നമസ്കാരം, ശ്രീധരാജാണ്. ബംഗ്ലാദേശിലേക്ക് ഹിന്ദുവേട്ടയിൽ പ്രതിഷേധിച്ച് പാർട്ടി കോൺഗ്രസിൽ നാളെ CPM-കാര് എല്ലാവരും നമ്മുടെ ഓം നമോ നാരായണൻ എഴുതിയ കാവിത്തോർത്തെടുത്ത് തലയിലിടുന്നുണ്ട്. നിങ്ങൾ കേട്ടല്ലോ, ശ്രീ ചെറായി ചേട്ടൻ പറഞ്ഞ തികച്ചും ന്യായമായ ചോദ്യമല്ലേ? എവിടെയോ കിടക്കുന്ന ഫലസ്തീനികൾക്ക് വേണ്ടി കേരളത്തിലെ CPM കഫിയ ധരിച്ചുകൊണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ, ഇസ്രായേലിനോട് മുർദാബാദ് വിളിച്ച് പ്രതിഷേധം അറിയിക്കുമ്പോൾ, ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണല്ലോ, അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദനയിലും പ്രയാസത്തിലും എന്തുകൊണ്ട് ഓം നമോ നാരായണ എന്ന് ഉല്ലേഖനം ചെയ്ത ഒരു ഷാള് കഴുത്തിലിട്ടുകൊണ്ട് ആ ഭൂരിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാത്തത്? ആ ന്യൂനപക്ഷത്തോട് എന്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തതെന്ന് ചോദ്യം ന്യായമല്ലേ? ശ്രീ ചെറായി ചേട്ടാ, എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സത്യത്തിൽ കേരളത്തിലെ CPM ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതും ഓം നമോ നാരായണ എന്ന് ഉല്ലേഖനം ചെയ്ത ഷാള് കഴുത്തിലണിയേണ്ടത്? അല്ല. 80% ഹിന്ദുക്കളുള്ള ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ സത്യത്തിൽ ഓം നമോ നാരായണ എന്ന ഷാൾ അണിയേണ്ടത്? എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? അല്ലേ, തെളിവുകൾ നയിക്കട്ടെ. എന്താ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ്? അത് ഭൂരിപക്ഷ മുസ്ലിമുകളുള്ള രാജ്യത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളുള്ള രാജ്യത്തല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 80% ഹിന്ദുക്കളുള്ള നമ്മുടെ രാജ്യത്താണ് ഏറ്റവും അധികം ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നത്. അല്ലെന്ന് അഭിപ്രായമുണ്ടോ? തെളിവുകൾ നയിക്കട്ടെ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം എന്ന ആക്ഷേപം ഉയരുന്നു. കഴകം പ്രവർത്തിക്കുന്ന നിയമിതനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി VA ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നാണ് ഇപ്പോൾ പരാതി. ശബരിമല മേൽശാന്തി നിയമനത്തിൽ ജാതി വിവേചനം. ഈഴവ സമുദായ അംഗമായ ശാന്തിയുടെ അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരസിച്ചു. സഹപ്രവർത്തകരിൽ നിന്ന് കടുത്ത ജാതി വിവേചനം നേരിടുന്നുവെന്ന് അട്ടപ്പാടി അഗളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ. സിവിൽ പോലീസ് ഓഫീസറായ അട്ടപ്പാടി കടുകുമണ്ണ ഊരിലെ ഹരിദാസാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. തൃശൂർ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിക്ക് ജാതി ഭ്രഷ്ട് എന്ന് പരാതി. പട്ടികവർഗക്കാരായ ജീവനക്കാരെ മാത്രം ഇടുങ്ങിയ മുറിയിൽ താമസിപ്പിച്ചത് ചോദ്യം ചെയ്ത ജീവനക്കാരിയോട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. 9 മാസമായി ജോലിയിൽ പ്രവേശിക്കാനായിട്ടില്ലെന്ന് പാലക്കാട് സ്വദേശിയായ ശാന്തകുമാരി. മദ്രാസ് IIT-യിൽ ജാതി വിവേചനത്തിനിരയായി മലയാളി അസിസ്റ്റന്റ് പ്രൊഫസർ, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ വിപിൻ പുതിയടത്ത് വീട്ടിൽ ജാതി വിവേചനത്തെ തുടർന്ന് രാജിവെച്ചു. അഭിമാനമായിട്ട് പറയുന്നു, ഞാൻ പുലയനാണ്. പുലയൻ എന്താ ഡാൻസ് കളിക്കാൻ പാടില്ലേ? അതോ പുലയനായി ജനിച്ചതാണോ നിങ്ങളുടെ പ്രശ്നം? കേട്ടല്ലോ ചെറായി ചേട്ടാ, ഈ മേൽ പറയപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ടല്ലോ, ഈ വാർത്തകളിലെല്ലാം ഇരയും വേട്ടക്കാരനെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലേ? സംശയമുണ്ടോ? ഭൂരിപക്ഷം തന്നെയല്ലേ ഭൂരിപക്ഷത്തെ ഇവിടെ വേട്ടയാടിയത്? നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ആ ഭൂരിപക്ഷത്തിൽ പെടാത്തവരാണ് ഇവരെന്ന്? ഈ ബ്രാഹ്മണസ്യ മുഖമാസ്തി ബാഹു എന്ന ശ്ലോകാടിസ്ഥാനത്തിലുള്ള, പണ്ട് മഹാത്മാഗാന്ധിയോട് വൈക്കത്തമനയിലെ നമ്പൂതിരി പറഞ്ഞതുപോലെ അവര് നീചജന്മങ്ങളാണ്, അങ്ങനെ അഭിപ്രായമുണ്ടോ? അഥവാ നിങ്ങളുടെ ദർശനത്തിൽ പെടാത്ത ആളുകളാണെന്ന് വല്ല അഭിപ്രായമുണ്ടോ? അങ്ങനെ അഭിപ്രായമില്ലല്ലോ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഭൂരിപക്ഷങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ ഭൂരിപക്ഷ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നത്. ശരിയല്ലേ? എന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് 23% മുസ്ലിമീങ്ങൾ ഈ ഭൂരിപക്ഷത്തോട് ചെയ്യുന്ന എന്തായിരുന്നു? അതും വീഡിയോ കാണാം. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന കല്യാണം. മതമല്ല, മനുഷ്യനാണ് വലുതെന്ന് തെളിയിച്ച നിമിഷങ്ങൾ. മകളുടെ വിവാഹം നടത്താൻ സഹായം തേടുക മാത്രമാണ് ചേരാവള്ളി സ്വദേശി ബിന്ദു ചെയ്തത്. മതം നോക്കാതെ ആ ആവശ്യം പള്ളി കമ്മിറ്റി ഏറ്റെടുത്തു. കണ്ടോ നിങ്ങൾ? ന്യൂനപക്ഷക്കാരൻ ഭൂരിപക്ഷക്കാരന്റെ മകളുടെ വിവാഹം അവരുടെ ആരാധനാലയത്തിൽ വെച്ച് നടത്തുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് CPM കഴുത്തിൽ ഓം നമോ നാരായണ എന്ന് ഉല്ലേഖനം ചെയ്ത് ഷാളണിയേണ്ടത്, അല്ലാതെ ബംഗ്ലാദേശിലല്ല. ലോകത്ത് ഏറ്റവും അധികം ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. തർക്കമുണ്ടോ? അടുത്തൊരു വാർത്ത നിങ്ങൾ കണ്ടു നോക്ക്. ക്ഷേത്രത്തിൽ കയറിയതിന് ഒരു ദളിതനെയാണ് ഈ കൊന്നത്. വാർത്തയാണിത്. ഇങ്ങനത്തെ അനേകായിരം വാർത്തകൾ നമ്മുടെ മുമ്പിലൂടെ വരുന്നു. നമുക്കിതൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് കൗതുകമല്ല എന്നുള്ളത്. അതുകൊണ്ട് സറയിച്ചേട്ടാ, നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് കഴിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കോ.